കൂത്തുപറമ്പ് പാലാപ്പറമ്പ് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ബയോമൈനിംഗ് നാട്ടുകാർക്ക് ആശ്വാസകരമാകുന്നു. 3.33 കോടി രൂപ ചിലവിലാണ് പദ്ധതി. 1.5 മാസം കൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ. നാഗ്പൂരിലുള്ള SMS ലിമിറ്റഡ് ആണ് ബയോമൈനിംഗ് നടത്തുന്നത്. മുൻപ് പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും കുഴിയെടുത്ത് മൂടുകയായിരുന്നു. ഇത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. അതിനൊരു പരിഹാരമായാണ് ബയോമൈനിംഗ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കുകളും മണ്ണും വേർതിരിക്കുന്നതാണ് ബയോമൈനിംഗ്. ഇത് പകുതിയിലേറെ പൂർത്തിയായി. ബാക്കിയുള്ളത് 1.5 മാസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ലതീഷ് KC പറഞ്ഞു. ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഏതാണ്ട് 92 സെന്റ് സ്ഥലം മുൻകാലങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമാണ് നടത്തി വന്നത്. ഇത്തരത്തിൽ നടത്തി വന്ന മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ മുഴുവൻ മാലിന്യങ്ങൾ കുഴിച്ചെടുത്തുകൊണ്ട് ആ ഭൂമി റിക്കവർ ചെയ്തെടുക്കുന്നതിനുള്ള പുതിയ ഒരു സംവിധാനമാണ് ബയോമൈനിംഗ്. ഇതിൻ്റെ ഭാഗമായിട്ട് 3,33,00,000 രൂപയുടെ പദ്ധതിയാണ് നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 92 സെന്റ് സ്ഥലത്ത് കിടക്കുന്ന ഈ അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ മുഴുവൻ കുഴിച്ചെടുത്ത് മണ്ണും മറ്റു വസ്തുക്കളും വേർതിരിച്ചതിന് ശേഷം ഇവ ബയോമൈനിങ് പ്രവർത്തനത്തിലൂടെ പ്രോസസ്സിങ്ങിനായിട്ട് ഈ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇതൊക്കെ സിമൻറ്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനമാക്കി നൽകുന്ന പ്രോസസ്സിംഗ് പ്രവർത്തനത്തിനായി നൽകുകയും നല്ല മണ്ണ് പ്രദേശത്ത് തന്നെ നിക്ഷേപിച്ചുകൊണ്ട് ആ ഭൂമി പൂർണ്ണമായിട്ടും വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ബയോമൈനിങ്ങിലൂടെ നടത്തി വരുന്നത്. ഏതാണ്ട് 50% ഇതിനോടകം തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും തരംതിരിക്കുന്നതിനും ബെയിൽ ചെയ്യുന്നതിനും MCF, RRF, MRF എന്നിവയാണ് നിലവിലുള്ളത്. ജൈവ മാലിന്യ സംസ്കരണത്തിനായി വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റ് 2 എണ്ണമുണ്ട്. ഇത് തെളിമ കുടുംബശ്രീ യൂണിറ്റാണ് പരിപാലിക്കുന്നത്. കരിയില കമ്പോസ്റ്റ് യൂണിറ്റ്, വെർമി കമ്പോസ്റ്റ് യൂണിറ്റ്, മാലിന്യ ശേഖരണ യൂണിറ്റ്, ഹോസ്പിറ്റൽ, ഇനോക്കുലം യൂണിറ്റ്, വളം യൂണിറ്റ് തുടങ്ങിയവയും പ്രവർത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ പദ്ധതി പ്രകാരം ബൾബുകൾ നിർമ്മിക്കുകയും കേടായ ബൾബുകൾ റിപ്പയർ ചെയ്ത് നൽകുന്നുമുണ്ട്. ഹരിതകർമ്മസേനയുടെ കീഴിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 39 ഹരിതകർമ്മസേനയാണ് കൂത്തുപറമ്പ് നഗരസഭയിലുള്ളത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്.